നിങ്ങളുടെ സ്നേഹം, വാത്സല്യം, സഹകരണം, സഹവർത്തിത്വം എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ് നൽകുന്നത്. ഇന്നലെ ഞാൻ കാസർഗോഡ് കട്ടിൽ കിടക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പോയി, ഒരു 15 കൊല്ലം മുമ്പ് ഞാൻ ഈ മണ്ണിൽ വന്നിരുന്നെങ്കിൽ എന്നേ ഞാനൊരു മന്ത്രിയാകുകയില്ല. കാരണം ഇത്ര സ്നേഹസമ്പന്നരായ ജനങ്ങളെ 50 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഈ കേരളത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. അത്ര കണ്ട സ്നേഹനിധികളാണ് നിങ്ങൾ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരൊറ്റ മുദ്രാവാക്യമാണ്: നരേന്ദ്രമോദിയെ മാറ്റുക, BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവരിക. അതിന് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നമ്മൾ ഒരു വോട്ട് ചോദിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന നിങ്ങൾക്ക് മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും തന്നിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള ജാതിയിൽ വിശ്വസിക്കാം, നിങ്ങൾക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാം, നിങ്ങൾക്കിഷ്ടമുള്ള വേഷം ധരിക്കാം, നിങ്ങൾക്കിഷ്ടമുള്ള ഭാഷ സംസാരിക്കാം, നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം കഴിക്കാം. ഭരണഘടന പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം. അങ്ങനെ ആഹാരം കഴിച്ചതിൻ്റെ പേരിൽ മുഹമ്മദ് അഖ്ലാഖിനെ കൊന്നു, പെഹ്ലുഖാനെ കൊന്നു, ജുനൈദിനെ കൊന്നു. കൊന്നവരെ പിടിച്ച പോലീസ് ഓഫീസറെയും വെടിവെച്ചു കൊന്നു. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഭയവിഹ്വലരാണ്, അവർ ഖിന്നരാണ്. അവർക്ക് ഈ രാജ്യത്ത് ഒരു സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി മുൻകൂട്ടി കണ്ടിട്ടാണ് മതേതരത്വം ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. അതെടുത്തു കളയാൻ ഇന്ത്യ ഭരിക്കുന്നവർ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഒരു ഭരണമാറ്റം കൂടിയേ തീരൂ. അനിവാര്യമാണ് ഒരു ഭരണമാറ്റം. മോദി ഇനി ഇന്ത്യ ഭരിക്കാൻ പാടില്ല.